ശ്രീ വി.എസ്. ജിതിൻ ദേവ്, നിങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി നിങ്ങളുടെ മേയറാണ് വരാൻ പോകുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സുവർണ നിമിഷം എന്നൊക്കെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ വിശേഷിപ്പിക്കുന്നത്. ചിലയിടങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പന്തളത്ത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, മറ്റു ചിലയിടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആകെ മൊത്തം പൊതുവായി നമ്മൾ നോക്കുമ്പോൾ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നത് ശ്രദ്ധേയമാണ്. വിജയത്തെ എങ്ങനെ കാണുന്നു, ഘടകങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു വി.എസ്. ജിതിൻ ദേവ്? തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വാക്ക് തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രവർത്തകരെ സംബന്ധിച്ച് പാർട്ടിയുടെ ദേശീയ നേതൃത്വം എക്കാലത്തും പറയുന്നതാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്രവർത്തകരാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നോമിനേഷൻ കൊടുത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നവരാണ്. അവിടെ നിന്നും ഞങ്ങൾ വിജയത്തിൻ്റെ ഒരു പാതയിലേക്ക് ഇപ്പം നടന്നു തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, ബി.ജെ.പി. പ്രവർത്തകൻ്റെ ഹാർഡ് വർക്കും രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളെ ശീലിപ്പിച്ച സ്മാർട്ട് വർക്കും കൂടെ ആയപ്പോൾ ബി.ജെ.പി. കേരളത്തിൽ NDA കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ മേയർ ബി.ജെ.പിയുടെ മേയറായി വന്നിരിക്കുന്നു. കൊല്ലത്ത് ബി.ജെ.പി. വലിയ മുന്നേറ്റമുണ്ടായിരിക്കുന്നു. എല്ലാ കോർപ്പറേഷനിലും ബി.ജെ.പിയുടെ സീറ്റ് നിലയിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ബി.ജെ.പി. ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. പാർട്ടിയുടെ നിലവിൽ വരുന്ന കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഇരട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ ഇടതിനും വലതിനും ബദലായി മൂന്നാമതൊരു രാഷ്ട്രീയ ചേരി കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നത് കാണിക്കുന്ന ദിശാഫലകമായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. ഇവിടെ ബി.ജെ.പി. മുന്നോട്ട് വച്ചിരിക്കുന്ന വികസിത രാഷ്ട്രീയം, വികസിത കേരളം എന്ന് പറയുന്ന സങ്കല്പത്തെ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. വിവാദ കേരളത്തിൽ നിന്ന് വികസിത കേരളമാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ബി.ജെ.പിയുടെ കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് അങ്ങേയറ്റം ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇവിടെ സംസാരിച്ച ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും വലതുപക്ഷത്തെ പ്രതിനിധിയും ബി.ജെ.പിയെ അതാത് കക്ഷികളെ ഞങ്ങൾക്കൊപ്പം കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് ഈ 2 കക്ഷികളുടെയും പിന്തുണ ആവശ്യമില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലെല്ലാം ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തവണ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഈ 2 കൂട്ടരും കൂടി ഒന്നിച്ചാലും ഇവർ അധികാരത്തിൽ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ബി.ജെ.പിക്ക് കേവല മാൻഡേറ്റ് ഏകപക്ഷീയമായി തരുന്ന നിലപാടിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഇന്ന് ഈ പറഞ്ഞ വിജയത്തെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ പരാജയത്തെ സംബന്ധിച്ചിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ക്ഷേമ പെൻഷൻ വാങ്ങി കഴിച്ചിട്ട് തിന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല. ഇത് എം.എം. മണിയുടെയോ CPM AKG സെന്ററിൻ്റെയോ വലിയ ഔദാര്യമാണോ? ഇങ്ങനെയാണോ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് സംസാരിക്കേണ്ടത്? നിങ്ങളുടെ ഔദാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം തുടങ്ങുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകൾ അത് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കുറേ ഫോം ഒപ്പിട്ട് വാങ്ങിച്ചല്ലോ, 1000 രൂപ വീതം പെൻഷൻ 1000 രൂപ വീതം ധനസഹായം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വനിതകളിൽ നിന്ന് എന്തേ അവരാരും നിങ്ങൾക്ക് വോട്ട് ചെയ്യാഞ്ഞത്? അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ അഴിമതിയും സ്വജനപക്ഷപാതവും വികസന മുരടിപ്പും ഈ പറഞ്ഞ നിങ്ങളുടെ നിലപാടുകളും ശബരിമലയിലെ കൊള്ളയും ഉൾപ്പെടെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലക്ഷണമാണല്ലോ ഇപ്പോൾ തിരുവനന്തപുരം മേയർക്കെതിരെ തന്നെ ഗായത്രി ബാബു അവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സൺ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇനിയും തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ജനങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചടി നൽകിയ ജനങ്ങളെ എന്താ പറയുക, അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ നിങ്ങൾ നൽകുന്ന ഔദാര്യം ഭക്ഷിച്ചിട്ട് നിങ്ങൾക്കെതിരെ നിന്നു എന്ന് പറയാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. മറിച്ച് വശത്ത് കോൺഗ്രസോ ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ തുടങ്ങി ഏതെല്ലാം വർഗീയ ശക്തികളെ കൂടെ കൂട്ടാൻ പറ്റുമോ അവരെയെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇവിടെ ഇടതുപക്ഷത്തിന് ബദൽ ബി.ജെ.പി. ആണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിലേക്ക് വന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.